മഹാനാവുന്ന അസ്ഹരി തങ്ങളൊരു അവസരത്തിൽ അവരൊരു അനുഭവം പറഞ്ഞു. അവർ ഖുലൈസ് അവിടെ മുദരിസായി അവർ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു അസ്ർ നിസ്കാരത്തിലേക്ക് അവിടുത്തെ ഒരു ഇമാമിന് അവിടെ ഹാജരാക്കപ്പെട്ടു. അയാളെ കൂടെ കുറേ പോലീസുകാരുണ്ട്, കോർട്ടിൽ നിന്നുള്ളതായ ഒരു വിധിയുണ്ട്. അപ്പൊ നിസ്കാരത്തിന് ശേഷം ഈ വിധി വായിച്ചു. ആ വിധിയിൽ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഇവന് മൗലിദ് ഓതുന്ന ആളാണ്, ഇവൻ റാത്തിബാവുന്ന നമ്മൾ പറയുന്ന ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളാണ്. അതുകൊണ്ട് മഹ്കമത്തു ശറഈയാവുന്ന കോർട്ട് ഇദ്ദേഹത്തെ എത്ര അടി അടിക്കണമെന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിധി നടപ്പാക്കാനാണ് ഇവിടെ കൊള്ളുന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൗലിദ് കിതാബുകളും അതുപോലുള്ള ദിക്റിന്റെ കിതാബുകളൊക്കെ എന്തായി പരസ്യമായിട്ട് അവിടുന്ന് ചുട്ടുകരിച്ചു എന്നാണ്. തങ്ങൾ ഈ സംഭവത്തിലേക്ക് സാക്ഷിയാണ്. അതിന് ശേഷം ഇയാളെ ഒരു 40ഓളം അടി ഇയാൾ അടിക്കപ്പെട്ടു. അതൊരു തഅ്സീർ എന്നുള്ള നിലക്ക് മഹ്കമത്തു ശറഈയ നിശ്ചയിച്ചതായ ഒരു ശിക്ഷയായിരുന്നു. അപ്പൊ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതിന്റെ മുമ്പ് അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനത്തെ സംഗതികളൊക്കെ ഈ ഭരണകൂടവും അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബവും തമ്മിലുള്ള പരസ്പര സഹായം അവർ അങ്ങും ഇങ്ങും വാഗ്ദത്തം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടം അതിന് വേണ്ട അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള ഉറൂസുകൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കപ്പെടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു ഇബാദത്താണ്. ഉറൂസുകൾ നടക്കപ്പെടുന്ന സംഗതികളൊക്കെ നല്ല സംഗതികളാണ്. മഹാനാവുന്ന ആ വലിയനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്